ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കുറച്ച് വിശേഷങ്ങളാണ്. ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പാചകമോ ഒന്നുമില്ല, സ്വല്പം വാചകം മാത്രം. അതായത് ഇന്ന് എനിക്ക് രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞ ശേഷം ഉച്ചക്കത്തേതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഒരു യാത്ര പോവുകയാണ്. ചേച്ചിയുടെ റിലേഷനിൽപ്പെട്ട ഒരാൾ വയ്യാതെ കിടക്കുന്നു. അവരെ കാണാനായിട്ട് ഇറങ്ങിയപ്പം തൊട്ട് ഭയങ്കര മഴ. അപ്പം കുറേ ദൂരം ബസ്സിന് പോയി. ബസ് ഇന്ന് ഇറങ്ങിയിട്ട് ഞാൻ ചേച്ചിയും കൂടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം പോകുന്ന വഴിയൊക്കെ ഭയങ്കര വിജനതയാണ്. ഒറ്റ വീടുകൾ പോലുമില്ല, ഒരു വീടുകൾ പോലുമില്ല. അപ്പോഴേ ആകെ മഴയാണ്, ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. അപ്പോഴേ ഞങ്ങൾ കുറേയൊക്കെ നനഞ്ഞു ഓട്ടോറിക്ഷയിലിരുന്ന് തന്നെ. എന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോരണം. അവിടെ 2 രോഗികളുണ്ട്, ഒന്ന് മകളും ഒന്ന് ആ മകളുടെ അമ്മയും. അപ്പം ഇത് എൻ്റെ ചേച്ചിക്ക് റിലേഷനിൽപ്പെട്ട ഒരു വീട്ടിലാണ് പോകുന്നത്. എനിക്ക് റിലേഷനൊന്നും നമ്മുടെ ഞങ്ങൾ ആ വീട്ടിൽ ഇവിടെ കണ്ടിട്ടല്ലോ ഒരു ഗോസ്റ്റ് പ്രതീതി, പ്രേതം വല്ലതും ഉള്ള പ്രതീതിയാ. എലന്തൂരെ ആ നരവല്ലി നടന്ന വീട് പോലൊക്കെ വസ്തുവകകള് അതിൻ്റെ എന്തുവാ. ഒരു കാപ്പി പോലും കുടിക്കാൻ ഞങ്ങൾ നിന്നില്ല. ഉടനെ തന്നെ ആ ഓട്ടോയ്ക്ക് തിരികെ പോന്നു. ഇപ്പോഴേ ആരുമില്ല, ഒരയിലക്കം പോലും അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോരുകയാണ്. ആ റിക്ഷയിൽ തന്നെ വന്നു. ബസ് കയറാനെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ബസ് കയറാനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലോ. അപ്പോഴേ പിന്നെ ഞങ്ങൾ ചായക്കടയിലൊക്കെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെയും ബസ് കാത്തു നിന്നു വീട്ടിലോട്ട് പോരാനായിട്ട്. അപ്പം ബസ് കാത്തു നിൽക്കാനായിട്ടാണ് ഇവിടെ, കാത്തു നിൽക്കുകയാണ് ഇവിടെ. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഏകദേശം 6 മണി 6:20 എങ്ങാണ്ട് ബസ് വരുന്നത് കേട്ടോ. അപ്പോഴേ മഴക്കോളും ഒക്കെയുണ്ട്. ഞങ്ങൾ പിന്നെ ബസ് കിട്ടി, നമ്മുടെ സൗജന്യ യാത്രാ ബസ് കയറി, പൈസയൊന്നും കൊടുത്തില്ല. അപ്പോഴേ ഞാൻ എന്ന് ഒരു ജംഗ്ഷൻ്റെ കാര്യം പറയാറുണ്ടല്ലോ, അവിടെ വന്നിറങ്ങി. അപ്പം പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിച്ച്, കുറച്ച് മീൻ വാങ്ങിച്ചു കേട്ടോ. അപ്പം നേരത്തെ ചേച്ചിയാണെങ്കിൽ അവരുടെ വീട്ടിൽ പോകാൻ നേരം, അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ആരും ജംഗ്ഷനിലൊന്നും ഇറങ്ങാനില്ല, മീനൊന്നും വാങ്ങിക്കൊന്നും കാണത്തില്ലല്ലോ എന്നും വെച്ച് ചേച്ചിയാണെങ്കിൽ അവർക്ക് 1 കിലോ കഷ്ണം മീനൂടെ മേടിച്ചുകൊണ്ട് പോയിരുന്നു ഞങ്ങൾ. അപ്പോൾ തിരിച്ച് വന്നപ്പോഴും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സോപ്പ്, ഫേസ് വാഷ്, ഒരു ക്രീം, പിന്നെ അലക്കാനുള്ള ബാർ സോപ്പ്, പിന്നെ കടല, ഉരുളക്കിഴങ്ങ്, പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെയും ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോഴത്തേക്കിനും നേരം നന്നായി ഇരുട്ടി കേട്ടോ. നന്നായി ഇരുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരുട്ടി. അപ്പോഴേ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ വെച്ചത് വൈകിട്ടത്തേക്ക് ഇരിപ്പുണ്ട്. പക്ഷേ ആരും ഒന്നും കഴിച്ചില്ല, അമ്മയൊന്നും കഴിച്ചില്ല. അമ്മയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ചെറു കടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് പിന്നെ ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴേ ഈ സോപ്പ് കാണിക്കുന്നതിൽ 1 ബാർ സോപ്പ് വാങ്ങിക്കുമ്പോൾ 1 ഫ്രീ ആണ്. അപ്പം ഞാനത് വാങ്ങിച്ചാണ്, നമുക്ക് ആവശ്യമുണ്ടല്ലോ, എനിക്ക് സോപ്പ് ഇടണം, സോപ്പ് പൊടിയും ഉപയോഗിക്കും. അപ്പോഴേ ഞാനതുകൊണ്ട് അത് വാങ്ങിച്ചത്. പിന്നെ
ചായ ഇട്ടു. രാവിലെ ഉണ്ടാക്കിയ ഇലയപ്പം ഉണ്ടായിരുന്നു, അതും കഴിച്ചു.